വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. സംസ്കൃതിയുടെ സെറ്റ് ജനറൽ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ യൂണിറ്റ് 4 ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എഡ്യൂക്കേഷണൽ ഫിലോസഫി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ, മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ് ഓൺ എയിംസ്, കരിക്കുലം ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, കോൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ. അത്രയും ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ ഈസ്റ്റ്, അതുപോലെ 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ബുദ്ധിസം, ജൈനിസം ആൻഡ് ഇസ്ലാമിക് തോട്ട്, അത്രയുമാണ് പഠിക്കാനുള്ളത്. അതായത് നമുക്കറിയാം ഈസ്റ്റ് ആൻഡ് വെസ്റ്റേൺ ഫിലോസഫിയും വെസ്റ്റേൺ ഫിലോസഫിയും ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ തന്നെ ഈസ്റ്റിലുള്ള 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫിയാണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. അതിൽ ബുദ്ധിസം, ജൈനിസം ആൻഡ് ഇസ്ലാമിക് തോട്ടും കൂടെ വരുന്നുണ്ട്. ഈസ്റ്റേൺ ഫിലോസഫി അത് ചർച്ച ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് എയിംസ് ഓഫ് ഫിലോസഫിയും കൂടെ നോക്കാം. അതായത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഫിലോസഫി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പാശ്ചാത്യ പൗരസ്ത്യ തത്വചിന്തയൊക്കെ വരണമെങ്കിൽ അതിൻ്റെതായ കുറേ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും ആ തത്വചിന്തയ്ക്ക്. ആ തത്വചിന്തയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കോസ്മോളജിക്കൽ യൂണിറ്റി, അതാണ് ഫസ്റ്റ് വരുന്നത്. കോസ്മോളജിക്കൽ യൂണിറ്റി, പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു ഐക്യം, അത് ഫിലോസഫിയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതുപോലെ ബിഹേവിയറൽ എത്തിക്സ്, പെരുമാറ്റത്തിലുള്ള ഒരു എത്തിക്സ്, നൈതികത എന്നൊക്കെ പറയാം, അത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമുക്ക് പറയാം. റിലേഷൻഷിപ്പ് വിത്ത് റിലീജിയൻ, അതുപോലെ തന്നെ മതവുമായിട്ടുള്ള ബന്ധം, അതും എയിംസ് ഓഫ് ഫിലോസഫിയിൽ വരുന്നു. സോഷ്യൽ ഇൻ്റഗ്രേഷൻ, സാമൂഹികമായിട്ടുള്ള ഒരു സംയോജനം, അല്ലെ, സോഷ്യൽ ആയിട്ടുള്ള എല്ലാവരും ഇടപഴകി ജീവിക്കുന്ന, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഇൻറ്റ്യൂഷൻ ഓവർ ഇന്റലക്ട്, അതുപോലെ തന്നെ ആ ഒരു ബുദ്ധിക്ക് മേലെയുള്ള ഒരു തിരിച്ചറിവ്, ഒരു അവബോധം. അതുപോലെ കളക്റ്റിവിസം എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ. അതിനോടൊപ്പം തന്നെ സെൽഫ് ഇംപ്രൂവ്മെന്റ്, സ്വയം മെച്ചപ്പെടുത്തൽ. അതുപോലെ ഫൈൻഡ് ഇന്നർ സെൽഫ്, നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ കാണുക, നമ്മുടെ ആന്തരികത അത് സ്വയം നമ്മൾ മനസ്സിലാക്കുക, സ്വയം കണ്ടെത്തുക. ഫൈൻഡ് ബാലൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിലെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതിനെ കണ്ടെത്താൻ മനുഷ്യൻ ശ്രമിക്കുക. അതൊക്കെ തത്വചിന്തയുടെ ലക്ഷ്യങ്ങളാണ്. സ്പിരിച്വൽ അപ്രോച്ച്, അതുപോലെ തന്നെ ആത്മീയമായ സമീപനവും നമ്മുടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഫിലോസഫിയിൽ വരുന്ന കുറേ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈസ്റ്റേൺ ഫിലോസഫി അഥവാ ഏഷ്യൻ ഫിലോസഫി എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈസ്റ്റേൺ ഫിലോസഫിയെ എന്തുകൂടെ പറയാം? ഏഷ്യൻ ഫിലോസഫി എന്നുകൂടെ പറയാം. അതിൽ ഏതെല്ലാം ഫിലോസഫീസ് ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടാണ് ഈ ഏഷ്യൻ ഫിലോസഫി ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കാം. Asian philosophy includes the various philosophies that originated in the East and South Asia. ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യയിലാണത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻക്ലൂഡിങ് ചൈനീസ് ഫിലോസഫി, ജാപ്പനീസ് ഫിലോസഫി, കൊറിയൻ ഫിലോസഫി ആൻഡ് വിയറ്റ്നാമീസ് ഫിലോസഫി വിച്ച് ആർ ഡോമിനന്റ് ഇൻ ഈസ്റ്റ് ഏഷ്യ. ഈസ്റ്റേൺ ഫിലോസഫിയിൽ ഈ ഇത്രയും എണ്ണം അടങ്ങുന്നതാണ് ഈസ്റ്റേൺ ഫിലോസഫി എന്ന് പറയുന്നത്. അത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഏഷ്യയിലാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ചൈനീസ്, ജാപ്പനീസ്, അതുപോലെ കൊറിയൻ, വിയറ്റ്നാമീസ്, അത്രയും തത്വചിന്തകളെല്ലാം കൂടെ അടങ്ങുന്നതാണ് ഈസ്റ്റേൺ ഫിലോസഫി. നമുക്കറിയാം പുരാതന കാലത്ത് തന്നെ ഈ ഒരു ഫിലോസഫിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഗ്രീക്ക് തത്വചിന്തകന്മാരും ഒക്കെ അല്ലെ, പ്ലാറ്റോ, സോക്രട്ടീസ് തുടങ്ങിയവരൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ ഫിലോസഫിക്ക്. ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് വരുമ്പോൾ അതിൽ വരുന്ന പ്രധാനമായിട്ട് വരുന്ന 3 ഫിലോസഫികൾ ഹിന്ദു ഫിലോസഫി, ജെയിൻ ഫിലോസഫി, ബുദ്ധിസ്റ്റ് ഫിലോസഫി എന്നിവയാണ്. Indian philosophy including Hindu philosophy, Jain philosophy, Buddhist philosophy which are dominant in South Asia, Southeast Asia, Tibet and Mongolia. ഈ പ്രദേശങ്ങളിലെല്ലാം കൂടെ പരന്നു കിടക്കുന്ന തത്വചിന്തകളായിരുന്നു ഈ ഹിന്ദു, ജെയിൻ ആൻഡ് ബുദ്ധിസ്റ്റ് ഫിലോസഫി ഒക്കെ ഉള്ളത്. അതിന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയില്, ടിബറ്റില്, മംഗോളിയയിലൊക്കെ ഈ ഒരു ഇന്ത്യൻ ഫിലോസഫി ഉണ്ടായിരുന്നു. ഈസ്റ്റേൺ ഫിലോസഫിയിൽ ആദ്യം വരുന്ന ഓറിയന്റൽ ഫിലോസഫിയിൽ വരുന്ന ഹിന്ദുയിസം, ബുദ്ധിസം, താവോയിസം, കൺഫ്യൂഷനിസം, അത്രയും നമുക്ക്
ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ മുസ്ലിം ഫിലോസഫി വരുന്നുണ്ട്. അത് പേർഷ്യൻ, ടർക്കിഷ്, സ്പെയിൻ, അറബിക്, മുസ്ലിംസ്, അത്രയുമാണ് ഈസ്റ്റേൺ ഫിലോസഫിയിൽ വരുന്ന കാര്യങ്ങൾ. ഈസ്റ്റേൺ ഫിലോസഫിയിൽ വരുന്ന ആദ്യത്തെ ഹിന്ദുയിസം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ റിലീജിയസ് കൾച്ചർ അറൌണ്ട് 1500 ടു 2000 BC. 1500 ടു 2000 BC-യിൽ വന്നിട്ടുള്ള ഒരു മതസംസ്കാരമായിരുന്നു ഹിന്ദുയിസം എന്ന് പറയുന്നത്. ദർ ലിറ്ററേച്ചർ ഈസ് വേദാസ്. വേദങ്ങളായിരുന്നു അവരുടെ സാഹിത്യം. ദ ബോഡീസ് ഓഫ് നോളജ്. വേദങ്ങളെ അവർ അറിവിന്റെ ശരീരങ്ങളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. വേദാസിന് അത്രയും ഇമ്പോർട്ടൻസ് ഹിന്ദുസ് കൊടുത്തിട്ടുണ്ട്. ഹോൾഡ് ദ യൂണിവേഴ്സ് ടു ബി ഓൾ വൺ. ബ്രഹ്മൻ. അതുപോലെ തന്നെ ബ്രഹ്മത്തിന് അത്രയും പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓൾ യൂണിവേഴ്സ്, നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവനായിട്ട് ഒന്നായിട്ട് കാണുക, പ്രപഞ്ചത്തെ എല്ലാം ഒന്നായി നിലനിർത്തുക എന്ന ഒരു സങ്കല്പം ഹിന്ദുസിനുണ്ട്. എവറിത്തിങ് ഹാസ് സെയിം സോൾ ഇൻ ഓൾ ലിവിങ് ബീയിങ്. അതുപോലെ തന്നെ എല്ലാ ജീവികളിലും ഒരേ ആത്മാവാണ് വസിക്കുന്നത് എന്നാണ് ഹിന്ദുസ് വിശ്വസിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ഫൈൻഡ് എൻലൈറ്റൻമെന്റ്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് എൻലൈറ്റൻമെന്റിന് വേണ്ടിയാണ്. സന്തോഷം കണ്ടെത്താനായിട്ട്, പ്രബുദ്ധത കണ്ടെത്താനായിട്ടാണ് ജീവിതം എന്നാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ഗോസ് ഓൺ. അതുപോലെ ജനന മരണ ചക്രങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ആത്മാവ് പുനർജന്മമായിട്ട് വീണ്ടും വരുന്നു എന്നുള്ളൊരു സങ്കല്പമാണുള്ളത്. കർമ്മ ചെയിൻ ഓഫ് കോസസ്. ഓൾ ഓഫ് അവർ ആക്ഷൻസ് വിൽ ഈവൻച്വലി ഹാവ് കോൺസിക്വൻസസ്. അതുപോലെ തന്നെ അതിനുള്ള കാരണം, ജനന മരണ ചക്രങ്ങളുടെ കൂടെ കാരണം കർമ്മ ഫലങ്ങളാണ്, കർമ്മ ശൃംഖലയാണെന്ന് ഹിന്ദുയിസത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന് ഹേതുവാകുന്നു. നല്ല കർമ്മം ചെയ്യുമ്പോൾ നല്ല ഫലങ്ങൾ കിട്ടുകയും അതുപോലെ ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ദുഷ്ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്നു എന്നാണ് ഹിന്ദുയിസം പറയുന്നത്. ഡിസയർ ഈസ് ദ റൂട്ട് കോസ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. ഈ ഡിസയർ, ആഗ്രഹമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് കാരണം. ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുകൂടെ ഹിന്ദുയിസം വെളിപ്പെടുത്തുന്നുണ്ട്. ഫിലോസഫി വേഴ്സസ് മിത്സ്. ഫിലോസഫി അത് മിത്തുകളായിട്ട് മാറുന്നു എന്ന് പറയാൻ കാരണം, മിത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പഴയ ആ ഒരു വിശ്വാസങ്ങളൊക്കെ അതിലൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ് മിത്തുകളിൽ. അപ്പോൾ മിത്തോളജിക്കൽ തിങ്കിങ് വാസ് ബേസ്ഡ് ഓൺ റിഫ്ലക്ഷൻ ഓഫ് നേച്ചർ ആൻഡ് മാൻ ഇൻ ദ ലൈറ്റ് ഓഫ് ട്രൈബൽ റിലേഷൻസ്. നമുക്കറിയാം പണ്ട് കാലത്തുള്ള മനുഷ്യര് പ്രകൃതിയുമായിട്ട് അത്രയും ആത്മബന്ധത്തിൽ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ മിത്സിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മിത്തോളജിക്കൽ തിങ്കിങ് അവരുടെ ജീവിതത്തിൻ്റെയൊക്കെ ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു അടിസ്ഥാന തത്വമായിട്ട് ആ മിത്തിനെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു മിത്തോളജിക്കൽ തിങ്കിങ് ഫിലോസഫിക്ക് ഉണ്ട് എന്ന് പറയാൻ കാരണം. ഫിലോസഫി ഇൻട്രൊഡ്യൂസസ് ദ സിസ്റ്റം ഓഫ് നോളജ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ റീസൺ. അതുപോലെ തന്നെ ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ സിസ്റ്റം ഓഫ് നോളജ് ആണ് അല്ലേ. അറിവിനെ കുറിച്ച്, അറിവ് ശേഖരണത്തെ കുറിച്ച്, അതും അതിന്റെ കാരണങ്ങളെ കുറിച്ച്, റീസൺ അഥവാ കോസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫിലോസഫി വന്നിട്ടുള്ളത്. അപ്പൊ ശരിയായ കാര്യങ്ങളെ, അറിവിനെ മാത്രമല്ല തിരിച്ചറിവിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഫിലോസഫിക്കുള്ളത്. സോ ഫിലോസഫി വേഴ്സസ് മിത്സ് എന്ന് നമ്മൾ പറയുന്നു.